ആഗോള കത്തോലിക്ക സഭയുടെ 267ാമത്തെ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുവാനുള്ള കോൺക്ലേവ് വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിൽ 2025 മെയ് മാസം 7-ാം തീയതി ആരംഭിക്കുമ്പോൾ കോൺക്ലേവിൽ പങ്കെടുക്കുന്ന കാർഡിനൽസിനെ സംബന്ധിച്ച് ചില കൗതുകകരമായിട്ടുള്ള ചില വിശേഷങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുണ്ട്. നമുക്കേവർക്കും അറിയാവുന്നതുപോലെ 80 വയസ്സിന് താഴെ പ്രായമുള്ള കാർഡിനൽസിനാണ് കോൺക്ലേവിൽ വോട്ടവകാശമുള്ളത്. ഈ പ്രായപരിധി സംബന്ധിച്ച്, അതായത് കോൺക്ലേവിൽ പങ്കെടുക്കുവാനുള്ള കാർഡിനൽസിൻ്റെ പ്രായപരിധി സംബന്ധിച്ച ആദ്യമായിട്ടുള്ള ചില നിബന്ധനകൾ കൊണ്ടുവന്നത് 1970കളിൽ പോപ്പ് പോൾ ആറാമൻ മാർപ്പാപ്പയാണ്. പിന്നീട് 1996-ൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ യൂണിവേഴ്സി ഡൊമിനിസി ഗ്രിഗീസ് എന്ന അപ്പസ്തോലിക കോൺസ്റ്റിറ്റ്യൂഷൻ വഴി അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. നിലവിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ശേഷം കത്തോലിക്ക സഭയെ ആര് നയിക്കും എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുവാനായി 2025 മെയ് മാസം 7-ാം തീയതി മുതൽ ആരംഭിക്കുന്ന കോൺക്ലേവിൽ നിലവിൽ വോട്ടവകാശമുള്ളത് 135ഓളം കാർഡിനൽസാണ്. ആഗോള കത്തോലിക്ക സഭയിൽ നിലവിൽ 252ഓളം കാർഡിനൽസാണ് ഉള്ളത്. അതിൽ 135 പേർക്കാണ് അവരുടെ പ്രായപരിധി പ്രകാരം, അവരുടെ പ്രായപ്രകാരം കോൺക്ലേവിൽ വോട്ടവകാശമുള്ളത്. ഇതിൽ തന്നെ നമുക്ക് ഏറ്റവും ഒടുവിൽ വത്തിക്കാനിൽ ലഭിക്കുന്ന വിവരപ്രകാരം ഈ 135 പേരിൽ സ്പെയിനിൽ നിന്നുള്ള കാർഡിനൽ ആന്റോണിയോ കൻസാരസ് അദ്ദേഹം ആരോഗ്യ പ്രശ്നം മൂലം കോൺക്ലേവിൽ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാനുള്ള കോൺക്ലേവിൽ വോട്ടവകാശമുള്ളത് അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുന്നത് 134 പേരാണ്. ഈ 134 പേരാണ് 267ാമത്തെ മാർപ്പാപ്പ ആരായിരിക്കും, അല്ലെങ്കിൽ കത്തോലിക്ക സഭയെ ഇനി തുടർന്നുള്ള വർഷങ്ങളിൽ ആര് നയിക്കും എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുവാനായി മെയ് 7-ാം തീയതി മുതൽ ആരംഭിക്കുന്ന കോൺക്ലേവിൽ പങ്കെടുക്കുന്നത്. ഈ കോൺക്ലേവ് ആരംഭിക്കുമ്പോൾ ഈ കാർഡിനൽസിൻ്റെ പ്രായം സംബന്ധിച്ച ചില രസകരമായിട്ടുള്ള ചില വാർത്തകൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുണ്ട്. ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്ന 15ഓളം കാർഡിനൽസിൻ്റെ പ്രായം എന്ന് പറയുന്നത് 79 വയസ്സാണ്. ഓർക്കുക, 80 വയസ്സാണ് കോൺക്ലേവിൽ പങ്കെടുക്കുവാനുള്ള പ്രായപരിധി. അതിൽ 79 വയസ്സ് എത്തിയ 15ഓളം കാർഡിനൽസ് ഉണ്ട്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് 60 വയസ്സ് അല്ലെങ്കിൽ അതിൽ താഴെ പ്രായമുള്ള 15ഓളം കാർഡിനൽസ് ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള, ഞാൻ പറഞ്ഞതുപോലെ 15ഓളം കാർഡിനൽസാണ് 60 വയസ്സിന് താഴെ പ്രായമുള്ളത്. അതിൽ തന്നെ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള കാർഡിനൽസ് നമുക്ക് ചില ജൂനിയർ ആയിട്ടുള്ള കാർഡിനൽസിൻ്റെ പേരുകൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അതിൽ ഏറ്റവും കൂടുതൽ നാം എടുത്തു പറയേണ്ടത് സീറോ മലബാർ സഭയുടെ അഭിമാനമായ കാർഡിനൽ ജോർജ് ജേക്കബ് കൂവക്കാടാണ്. അദ്ദേഹത്തിന് 51 വയസ്സാണ് പ്രായമുള്ളത്. നമുക്കറിയാം, പാപ്പയുടെ അപ്പസ്തോലിക യാത്രകളൊക്കെ ക്രമീകരിച്ചിരുന്നത് 2021 മുതൽ ക്രമീകരിച്ചിരുന്നത് ചങ്ങനാശ്ശേരി അതിരൂപത അംഗമായ കാർഡിനൽ ജോർജ് ജേക്കബ് കൂവക്കാടാണ്. അദ്ദേഹത്തിന് 51 വയസ്സാണ് പ്രായമുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിൽ നിന്നുള്ള യുക്രൈനിയൻ ഗ്രീക്ക് കത്തോലിക്ക സഭയുടെ കാർഡിനൽ മൈക്കോള, അദ്ദേഹത്തിൻ്റെ 45 വയസ്സാണ് പ്രായമുള്ളത്. ഒപ്പം പോർച്ചുഗലിൽ നിന്നുള്ള അമേരിക്കൻ മാനുവൽ എന്ന് പറയുന്ന കാർഡിനലിന് 51 വയസ്സും മംഗോളിയയിൽ നിന്നുള്ള ജിയോർജിയോ മരേങ്കോ എന്ന് പറയുന്ന കാർഡിനലിന് 50 വയസ്സുമാണ് പ്രായമുള്ളത്. 2013 ഫ്രാൻസിസ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാനായി സമ്മേളിച്ച കോൺക്ലേവിൽ പങ്കെടുത്ത കാർഡിനൽ ക്ലീമിസ് കാതോലിക്ക ബാവ, അദ്ദേഹത്തിന് അന്ന് 53 വയസ്സ് ആണ് പ്രായമുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ കോൺക്ലേവിൽ പങ്കെടുക്കുന്ന കാർഡിനൽസ് ഏകദേശം 6ഓളം കാർഡിനൽസ് 53 വയസ്സ് അല്ലെങ്കിൽ അതിൽ താഴെ പ്രായമുള്ളവരാണ്. അപ്പോൾ ജൂനിയർ ആയിട്ടുള്ള കാർഡിനൽസ് മുതൽ വളരെ സീനിയർ ആയിട്ടുള്ള കാർഡിനൽസ് വരെ ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത്തവണത്തെ കോൺക്ലേവിൽ പങ്കെടുക്കുന്ന 5 ജൂനിയർ കാർഡിനൽസ് ആരൊക്കെയെന്ന് നമുക്ക് വളരെ പെട്ടെന്നൊന്ന് നോക്കാം. അതിലേറ്റവും ജൂനിയർ ആയിട്ടുള്ള കാർഡിനൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാർഡിനൽ മൈക്കോള ബൈച്ചുക്കാണ്. അദ്ദേഹത്തിന് 45 വയസ്സാണ് പ്രായമുള്ളത്. യുക്രൈനിയൻ കത്തോലിക്ക സഭയിലെ അംഗമാണ് അദ്ദേഹം. യുക്രൈനിയൻ സഭയുടെ അംഗമാണ്. മോസ്റ്റ് ഹോളി റിഡീമർ അല്ലെങ്കിൽ റിഡംറ്ററിസ്റ്റ് സന്യാസ സമൂഹം അംഗമാണ് അദ്ദേഹം. 1997ലാണ് അദ്ദേഹം പൗരോഹിത്യം സ്വീകരിക്കുന്നത്. അദ്ദേഹം സന്യാസ സഭയിൽ ചേരുന്നത്. ഒപ്പം തന്നെ റഷ്യയിൽ മിഷണറി ആയിട്ടും ഒപ്പം തന്നെ ഇടവക വൈദികനായിട്ടുമൊക്കെ അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ട്. 2020ൽ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ ഓസ്ട്രേലിയയിലെ സെൻറ്റ് പീറ്റർ ആൻഡ് പോൾ കാത്തലിക് എപ്പാർക്കിയുടെ ബിഷപ്പായിട്ട് അദ്ദേഹത്തെ നിയമിക്കുന്നത്. പിന്നീട് 2024ൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വിളിച്ചു ചേർത്ത അവസാനത്തെ കാർഡിനൽ കൺസിസ്റ്ററി, ഡിസംബർ 7-ാം തീയതി നടന്ന കാർഡിനൽസിനെ വാഴിക്കുന്ന അവസാനത്തെ കാർഡിനൽ കൺസിസ്റ്ററിയിലാണ് അദ്ദേഹം കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത്. മറ്റൊരു കാർഡിനൽ ജിയോർജിയോ മരേങ്കോ, അദ്ദേഹത്തിന് 50 വയസ്സാണ് പ്രായമുള്ളത്. ഇറ്റലിയിൽ നിന്നുള്ള കാർഡിനലാണ് അദ്ദേഹം.
അദ്ദേഹം മംഗോളിയയിലെ ഒരു മിഷണറി കൂടിയാണ്. 2001 അദ്ദേഹം പൗരോഹിത്യ പട്ടം സ്വീകരിക്കുന്നത്. ഓഗസ്റ്റ് 27 2022 ഓഗസ്റ്റ് 27 ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുന്നത്. കർദിനാൾ പദവിയിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെടുമ്പോൾ അദ്ദേഹത്തിന് പ്രായം ആ കാലഘട്ടത്തിൽ 48 വയസ്സായിരുന്നു പ്രായം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മംഗോളിയ അപ്പസ്തോലിക യാത്രയ്ക്ക് ചുക്കാൻ പിടിച്ചത് കാർഡിനൽ ജിയോർജിയോ മൊരോങ്കെ ആയിരുന്നു. അടുത്ത ഒരു പ്രധാനപ്പെട്ട യങ്ങസ്റ്റ് ആയിട്ടുള്ള കാർഡിനൽ അമേരിസോ മാനുവൽ അഗ്യുർ ആൽവസ് എന്ന് പറയുന്ന കാർഡിനലാണ്. അദ്ദേഹത്തിന് 51 വയസ്സാണ് പ്രായമുള്ളത്. പോർച്ചുഗലിൽ നിന്നുള്ള കാർഡിനലാണ്. അദ്ദേഹം വൈദികനാകുന്നതിന് മുമ്പ് ഒരു രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. രാഷ്ട്രീയക്കാരിൽ നിന്ന് വൈദികനായിട്ടുള്ള കാർഡിനൽ കൂടിയാണ് കാർഡിനൽ അമേരിസോ മാനുവൽ അഗ്യുർ എന്ന് പറയുന്ന കാർഡിനൽ. പിന്നീട് നമുക്കറിയാവുന്നതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കർദിനാൾ ജോർജ് ജേക്കബ് കുവക്കാട്, അദ്ദേഹത്തിന് 51 വയസ്സാണ് പ്രായമുള്ളത്. 53 വയസ്സുള്ള കാർഡിനൽ ഫ്രാൻസിസ് ലിയോ ആണ് യങ്ങറായിട്ടുള്ള മറ്റൊരു കാർഡിനൽ. അദ്ദേഹം ടൊറന്റോയിൽ നിന്നുള്ള ആർച്ച് ബിഷപ്പാണ്. മോൺട്രിയോൾ ആർച്ച് ഡയസിസിന് വേണ്ടി അദ്ദേഹം പൗരോഹിത്യ പട്ടം സ്വീകരിച്ചത് 1996 2024 ഡിസംബർ മാസത്തിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തിയത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട യങ്ങസ്റ്റ് ആയിട്ടുള്ള ഈ കാർഡിനൽ കോളേജിൽ പങ്കെടുക്കുന്ന യങ്ങസ്റ്റ് ആയിട്ടുള്ള 5 പ്രധാനപ്പെട്ട കാർഡിനൽസ്. ഇനി നമുക്ക് സീനിയർ ആയിട്ടുള്ള കാർഡിനൽസിന്റെ വിശേഷങ്ങളിലേക്ക് വരുമ്പോൾ 5 സീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾഡസ്റ്റ് ആയിട്ടുള്ള കാർഡിനൽസ് ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്നത് സ്പെയിൻ, ഗനിയ, പോളണ്ട്, പാകിസ്ഥാൻ, ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് 5 സീനിയർ ആയിട്ടുള്ള കാർഡിനൽസ്. അവരുടെ പേര് വിവരങ്ങൾ പെട്ടെന്നൊന്ന് നമുക്ക് മനസ്സിലാക്കാം. കാർഡിനൽ കാർലോസ് ഒസോരോ സിയേറ 1945 അദ്ദേഹം ജനിച്ചത്. സ്പെയിനിൽ നിന്നുള്ള കാർഡിനലാണ് അദ്ദേഹം. ഒപ്പം കാർഡിനൽ റോബർട്ട് സാറ വിശ്വാസപരമായിട്ടുള്ള വിഷയങ്ങളിൽ ശക്തമായിട്ടുള്ള കർക്കശമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന വ്യക്തി. അദ്ദേഹം ഗനിയക്കാരനാണ്. 1945 അദ്ദേഹം ജനിച്ചത്. വെറും 34 വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹം ആർച്ച് ബിഷപ്പായി ഉയർത്തപ്പെട്ടു. 3 മാർപ്പാപ്പമാരുടെ കീഴിൽ റോമൻ ക്യൂരിയിൽ സേവനം ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ്, അനുഭവ പരിജ്ഞാനം കാർഡിനൽ റോബർട്ട് സാറയ്ക്കുണ്ട്. പോളണ്ടിൽ നിന്നുള്ള കാർഡിനൽ സ്റ്റാനിസ്ലാവോ റയൽക്കോ, അദ്ദേഹവും 1945 ജനിച്ചത്. അദ്ദേഹവും സീനിയർ ആയിട്ടുള്ള മറ്റൊരു കാർഡിനലാണ്. പാകിസ്ഥാനിൽ നിന്നുള്ള കാർഡിനൽ ജോസഫ് കോട്സ്, അദ്ദേഹവും 1945 ജനിച്ചത്. കാർഡിനൽ തിമോത്തി റാഡ്ക്ലിഫും അദ്ദേഹവും 1945 ജനിച്ചത്. ഇവർക്കെല്ലാവർക്കും 79നും 80നും ഇടയിൽ പ്രായമുള്ളവരാണ് ഇവർ. ഈ പറയുന്ന കാർഡിനൽസൊക്കെ സീനിയർ ആയിട്ടുള്ള കാർഡിനൽസാണ്. വിവിധ രാജ്യങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ പോളണ്ട്, പാകിസ്ഥാൻ, ഗനിയ, സ്പെയിൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് സീനിയർ ആയിട്ടുള്ള കാർഡിനൽ. അപ്പോൾ പ്രായപരിധി കൊണ്ട് വളരെ വ്യത്യസ്തത നിറഞ്ഞ ഒരു കോൺക്ലേവ് ആയിരിക്കും ഈ പ്രാവശ്യം നടക്കാൻ പോകുന്നത്. വളരെ ജൂനിയർ ആയിട്ടുള്ള 45 വയസ്സ് മുതൽ 79 വയസ്സ് വരെ പ്രായമുള്ള കാർഡിനൽസ് ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രായം എന്തുമായിക്കോട്ടെ, അവരെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായിട്ട് ആ കോൺക്ലേവിൽ പങ്കെടുക്കുന്ന കാർഡിനൽസിന് ആഗോള കത്തോലിക്ക സഭയുടെ അടുത്ത ഇടയനെ, കർത്താവ് ആഗ്രഹിക്കുന്ന, സ്വർഗം ആഗ്രഹിക്കുന്ന അടുത്ത ഒരു ഇടയനെ തിരഞ്ഞെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വത്തിക്കാൻ ചത്തുരത്തിൽ നിന്നും ഷെക്കിന ന്യൂസിന് വേണ്ടി ജോർജി ജോസ്.